നമ്മുടെ മെഹന്തി ടൂൾ കിറ്റിൽ ഒരു ബോട്ടിലും 16 നീഡിൽസ് ആണ് ഉള്ളത്. എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യാൻ വരുന്ന പകുതിയിലധികം ആൾക്കാരും എൻ്റെ അടുത്ത് തന്നെ കുറച്ച് നല്ല നീഡിൽസ് ഏതാന്ന് സെലക്ട് ചെയ്ത് തരുമെന്നാണ് ചോദിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഇനി വരുന്നവർക്കാണ് ഇതേ ഈ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള 5 നീഡിൽസ്. ഈ ഒരു 5 തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് മെഹന്തി ഡിസൈൻ ഒക്കെ ചെയ്തെടുക്കാനായിട്ട്. ഓരോ ഡിഫറെന്റ് സൈസിലുള്ള നീഡിൽസ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 5 നീഡിൽസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. ഈ ഒരു ടൂൾ കിറ്റ് യൂസ് ചെയ്തിട്ട് മെഹന്തി ഇടാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഓർഗാനിക് ആയിട്ടുള്ള പേസ്റ്റ് വേണം എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്, എന്നാലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കോൺ യൂസ് ചെയ്യുന്ന പ്രഷർ കൺട്രോൾ ആയിരിക്കില്ല നമ്മൾ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ. എന്നാലും നല്ല ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് മെഹന്തി ഡിസൈൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തിക്നെസ് കൂടുതലുള്ള പേസ്റ്റ് ആണെങ്കിൽ ഫ്യൂ ഡ്രോപ്പ് വാട്ടർ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കണം. ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ബോട്ടിലാണെങ്കിലും നീഡിലാണെങ്കിലും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആണ്. എനിക്ക് തോന്നുന്നത് എളുപ്പത്തിൽ മെഹന്തി ഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ 2 ബോട്ടിലും 2 നീഡിലും മാത്രം മതിയാവും. അതാവുമ്പോൾ നിങ്ങൾക്ക് തിക്നെസ് കൂട്ടിയും കുറച്ചൊക്കെ ഡിസൈൻസ് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റും. പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മെഹന്തി ലവേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ, അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പൊ ഇതിന്ന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് 2 നീഡിൽസ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ഇതാന്ന് പറയും. എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 അടിപൊളി നീഡിൽസ് ആണ് കേട്ടോ ഇത്. വർക്ക് കഴിഞ്ഞാൽ നീഡിൽസ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം, കാരണം മെഹന്തിയാണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും.